Good morning. Good morning, ma'am. പിന്നെ എല്ലാവരും ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് പുതിയ PDF ഒക്കെ ഒന്ന് എടുക്കാൻ നോക്കിക്കോട്ടോ. നമ്മുടെ PDF എന്താ ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ആണോ. കുറച്ച് ഗ്യാപ്പ് കിട്ടി അല്ലേ നമുക്ക്? ഹലോ, എല്ലാവരും ഓക്കെയാണോ? PDF കയ്യിലുണ്ടോ? ഉണ്ട്. Yes, ma'am. എങ്ങനെ നിങ്ങളുടെ ഏരിയകളിലൊക്കെ പ്രകൃതി എന്തെങ്കിലും നാശമൊക്കെ വിധിച്ചോ? എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കാണോ അല്ലെ? എനിവേ നമ്മളെല്ലാം അഭിമുഖീകരിച്ചേ പറ്റൂ അല്ലെ? അപ്പൊ നമുക്ക് എന്താ പറയാ, ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ക്ലാസ്സിലേക്ക് വരിക. പുതിയ ചാപ്റ്റർ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങുന്നതിന് കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെയാണോ? ക്ലാസ് തുടങ്ങാനോ? ഓക്കെ ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ എന്നാ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. അപ്പൊ അത്യാവശ്യം എല്ലാവരും എടുത്തു വെക്കുക. എന്താണ് നമ്മുടെ ഇന്ത്യയിലെ അല്ലെ, എന്താണ് എങ്ങനെയാണ് ചികിത്സാ സമ്പ്രദായങ്ങൾ, ഈ കാലഘട്ടത്തിലെ ചികിത്സാ സമ്പ്രദായങ്ങളും പണ്ട് അത് എന്താ പറയുക ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് എങ്ങനെയുള്ള ചികിത്സാ രീതികളൊക്കെയാണ് ഇന്ത്യ ഫോളോ ചെയ്തിരുന്നൊക്കെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നോക്കാം, അതില് ചെറിയ ചെറിയ വിവരണത്തോട് കൂടിയിട്ടാണ് അത് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഇന്ത്യയെ കുറിച്ച് അറിയാം. കുറെ എന്താ പറയുക വൈദ്യന്മാരൊക്കെ കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ചികിത്സാ രീതികളൊക്കെ പ്രാബല്യത്തിൽ വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയിലേത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തന്നെ പറയുന്നത് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. In India, besides the existence of modern medicine, traditional medicine practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy, and Naturopathy. അല്ലെ, ആ രീതിയിലാണ് പണ്ടത്തെ ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വിവരണമാണ് ഇവിടെ പറയുന്നത്. അതിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ പരമ്പരാഗത വൈദ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയുക ഹിസ്റ്ററി നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലേക്ക് നമ്മൾക്ക് കുറേശ്ശൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള എന്തെന്നാ പറയുന്നത് ആയുർവേദ ചികിത്സയുണ്ട്, യുനാനി ചികിത്സയുണ്ട്, സിദ്ധ വൈദ്യന്മാരെ വെച്ചിട്ടുള്ള ചികിത്സയുണ്ട്, ഹോമിയോപ്പതി ചികിത്സയുണ്ട്, അതേപോലെ തന്നെ നാച്ചുറോപ്പതി അല്ലെ. എന്താ പറയുന്നത് നാച്ചുറോപ്പതി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി ചികിത്സ അല്ലെ. അത്തരത്തിലുള്ള കുറച്ച് ചികിത്സാ രീതികളാണ് ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ത്യക്കാര് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഓരോന്നിനെയും ചെറിയ വിവരണം പറയുന്നുണ്ട്. ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ്, എന്താ പറയുക ജീവശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? ആയുർവേദ ചികിത്സയിൽ പറയുന്നത് സിസ്റ്റം ഡീൽസ് വിത്ത് കോസ് ആൻഡ് സിംപ്റ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ആസ്പെക്ട് ഓഫ് well-being, mental, physical and spiritual. അതിലെന്താ പറയുന്നത്? ആയുർവേദ ചികിത്സയിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നത്? നമ്മുടെ മാനസികവും അതേപോലെ തന്നെ ഭൗതികവുമായിട്ട് ആത്മീയവുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രധാനമായിട്ട് നമുക്കറിയാം ആയുർവേദ ഹോസ്പിറ്റലൊക്കെ അത്യാവശ്യം എല്ലാവരും ട്രീറ്റ്മെന്റിന് പോയി കാണും. അപ്പൊ നമ്മളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ചിലപ്പോഴൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ പോയി കാണും. അപ്പൊ അവിടെ എന്താ പ്രധാനമായിട്ടും ഈ പറഞ്ഞ വാത പിത്ത കഫ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് ചോദിച്ചറിയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണ് അതിന്റെ കാരണങ്ങൾ, ഈ അസുഖത്തിന് അതായത് ഫിസിക്കൽ അതായത് ഭൗതികമായിട്ടോ അല്ലെങ്കിൽ മെന്റലി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ എന്താ പറയാ ക്ഷീണം വരുന്നുണ്ട്, തലകറക്കം വരുന്നുണ്ട്, സ്പിരിച്വൽ ആത്മീയമായിട്ട് നമുക്ക് പേടി തോന്നുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഇനി പ്രഷർ കൂടും. നമ്മൾ എന്താ പറയുക ഈ കാലഘട്ടത്തിൽ പ്രഷർ ഷുഗർ എന്നൊക്കെ പറയുന്ന മാതിരിയില്ല. അവരെ ചോദിച്ചറിയുന്ന രീതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ അവസ്ഥകള്, അത് വാദവും പിത്തവും ഒക്കെ ആയിട്ടുള്ള കഫവും ഒക്കെ ആയിട്ടുള്ള അതിന്റെ കൂടുതൽ കൊണ്ടാണോ ഈ അസുഖങ്ങൾ വരുന്നത് എന്ന് നിർണയിച്ച് നമ്മൾക്ക് അതിൽ നിന്ന് മോചനം നേടാനുള്ള മരുന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള രീതിയിൽ കാരണങ്ങൾ
എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞ് അതുമായി അസുഖത്തിന് ചികിത്സ നടത്തുന്ന ഒരു രീതിയാണ് ആയുർവേദ എന്ന് പറയുന്ന ചികിത്സാ രീതി. ഓക്കെ, ഇത് ആയുർവേദം എന്നോട് പറയാം. The Ayurveda meaning science of life system deals with the causes, symptoms, diagnosis and treatment. അതായത് കോസസ് എന്തൊക്കെ കാരണമാണ് അല്ലെങ്കിൽ സിംറ്റംസ് ആണ് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തി അതിന്റെ രോഗനിർണയം നടത്തുന്നുണ്ട്. പക്ഷെ അവര് പ്രധാനമായിട്ടും നമ്മുടെ ശാരീരിക, മാനസികമായ, ആത്മീയമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും പരിഹാരം കാണുന്നത് അത് ഒന്നിന്റെ ബേസിലാണ്. വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും ആ കണ്ടന്റ് അതിന്റെയൊക്കെ പ്രോബ്ലംസ് കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള അസംഷനിലാണ് അത്തരം കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെന്റ് നടത്തുന്നത്. നെക്സ്റ്റ് യോഗ. യോഗ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി അല്ലെ. നമ്മളിപ്പോ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ എന്താ പറയുക, യോഗ ഡേ അല്ലെ, June 21 എന്ന് പറയുന്നത് യോഗ ഡേ ആയിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ ആ ഒരു ഡേക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ആ ചികിത്സാ രീതി പ്രാബല്യത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലെന്താ പ്രധാനമായിട്ട് ചെയ്യുന്നത് നോക്കാം. ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് an art that promotes healthy living physically, mentally, morally and spiritually. ഇവിടെയും എന്താ ചെയ്യുന്നത്? നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെ, ആത്മീയമായിട്ടൊക്കെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത് എന്ന് അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ എന്താ പ്രത്യേകത? എപ്പോഴും ബിസിയാണ് അല്ലെ, തിരക്ക് പിടിച്ചൊരു ജീവിത രീതിയാണ് മനുഷ്യർക്കുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള തിരക്ക് പിടിക്കുന്ന അവസ്ഥയിൽ എന്താണ്, മാനസികമായ പിരിമുറുക്കത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ വരുമ്പോൾ എന്താന്ന് പറയുന്നത്, ഒരു ശ്വാസം എടുക്കാൻ പോലും സമയമില്ലാത്ത ഒരു ജീവിത രീതിയാന്ന് പറയുന്നത്. അപ്പൊ അതായത് ആ ശ്വാസത്തിന് അതിന്റെ കറക്റ്റായ പൊസിഷൻ ഒരു രീതിയിലൂടെ വേണം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനൊക്കെ പുറത്തേക്ക് വിടാനും. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലൂടെ എടുത്തില്ല എങ്കിൽ എന്താ, അത് തലച്ചോറിനെയും അല്ലെങ്കിൽ ആ തലച്ചോറിൽ നിന്നും മറ്റു അവയവങ്ങളിലേക്കൊക്കെ കൊടുക്കുന്ന ഓക്സിജന്റെ അളവുകൾ അല്ലെ, എന്താ പറയുക, എവിടേക്കും പമ്പ് ചെയ്യുന്ന രീതികളുണ്ട്. ഓക്സിജൻ ആണെങ്കിലും ഏത് ഭാഗത്തേക്കും പമ്പ് ചെയ്യണം അല്ലെ, ജീവൻ നിലനിർത്താനായിട്ട് ഓക്സിജൻ മസ്റ്റാണ്. അപ്പൊ അത് ആ രീതി, ആ എടുക്കുന്ന രീതിക്ക് നമുക്ക് സ്പീഡ്, നമുക്കൊരു ശാന്തി ഇല്ലാത്തൊരു ജീവിത ശൈലിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു എപ്പോഴും എന്താ പറയുക തിരക്ക് പിടിച്ചൊരു ജീവിത രീതി ആവുമ്പോൾ കുറെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ എന്താ ചെയ്യുന്ന, അങ്ങനെയുള്ള സമയങ്ങളിൽ യോഗ അഭ്യസിപ്പിക്കാനായിട്ട് ഈ വൈദ്യന്മാരെ സമീപിക്കുന്നു. അപ്പൊ ഇത്തരം സമയം അല്ലെ, നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട്, രാവിലെ എണീക്കുമ്പോഴൊക്കെ യോഗ അഭ്യസിക്കുന്നത് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നത്. കാരണം അത് ശരിയായിരിക്കും. കാരണം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനെയും കൂടി കൺസിഡർ ചെയ്യാനായിട്ട്, പരിഗണിക്കാനായിട്ട് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം തന്നെയാ പറയുന്നത്. അപ്പൊ അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു സാധ്യതയാണത്. അപ്പോ ആ രീതിയിൽ നമ്മുടെ ശ്വാസത്തെയൊക്കെ കൺട്രോൾ ചെയ്ത് കുറച്ച് സമയമൊക്കെ റിലാക്സ് ചെയ്ത് ജീവിതത്തിനെ എന്താ പറയുക, ജീവിത ശൈലി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഭവമാണ് എന്താ, യോഗാഭ്യാസം, യോഗയിലൂടെ നടത്തുന്നത്. അപ്പൊ അതൊരു എന്താ പറയുക ഒരു ചികിത്സാ രീതിയാണ്. ഈസ് ബോത്ത് എ സയൻസ് ആൻഡ്, അതിൽ ശാസ്ത്രീയമായിട്ടും എന്താ പോലെ അതേപോലെ തന്നെ ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു കല രീതിയിൽ അല്ലേ, നമ്മൾ ശ്വാസം എടുക്കുക, അത്ര സമയം എടുക്കുക, നമ്മൾ കണ്ടിട്ടുണ്ട് മിക്കപ്പോഴും. നിവർന്നിരിക്കുക, എന്നിട്ട് ശ്വാസം വലിച്ചെടുക്കുക, ഇത്ര ടൈമിനുള്ളിൽ തിരിച്ച് പുറത്തേക്ക് തള്ളുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ യോഗ അഭ്യസിക്കുന്നത്. അപ്പൊ അതിൽ വേറെ വേറെ ഇഷ്ടംപോലെ മെത്തേഡ്സുകളൊക്കെ ഉണ്ട്. സാധാരണ ബ്രീതിങ് എക്സസൈസ് മാത്രമല്ല, വളരെ പ്രത്യേകം. നിങ്ങൾ ചിലപ്പോ ഈ ഇരിക്കുന്ന കൂട്ടത്തിലും യോഗ ചികിത്സയൊക്കെ ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അവർക്ക് കറക്റ്റ് ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് യോഗയൊക്കെ എന്നും ഡെയിലി ചെയ്യുന്നവരുണ്ടോ യോഗയൊക്കെ? എനിവൺ? ആരെങ്കിലും റൈസ് ഹാൻഡ് ചെയ്യുന്നുണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടോന്ന് ഞാൻ നോക്കണ്ട്. വല്ലപ്പോഴും ഓക്കെ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കൂട്ടോ. ഞാനും എന്റെ ഒരു എന്താ പറയണ ചെറിയ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ല ബെനിഫിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണത്. നമ്മുടെ ആ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നും ഒരു 10 മിനിറ്റ് എങ്കിലും ശ്വാസമെങ്കിലും എന്താ പറയുക നല്ല രീതിയിൽ ആക്കാനായിട്ട് വേണ്ടിയിട്ട്. അത് ശരിയാണ്, ഈ പറഞ്ഞോളം ആദ്യം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് നല്ലതാണത്. കാരണം മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് യോഗ. അപ്പൊ ഇത് ഇപ്പോഴും ഉണ്ട്, പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യുനാനി സിസ്റ്റം. യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് നോക്കാം.
ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ഫെയർ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗത്തിനെ തടഞ്ഞു നിർത്തുക, അല്ലെ? പ്രധാനമായിട്ടും അതില് എന്താ പറയുന്നത്, നമ്മുടെ ആ രോഗം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒരു വ്യക്തിയുടെ ആന്തരിക ശക്തി അല്ലെങ്കിൽ രോഗത്തെ ചെറുക്കാണ്. അതില് പറയുന്നുണ്ട് രോഗത്തെ ചെറുക്കാൻ. ആന്തരിക ശക്തി കൊണ്ട് രോഗത്തെ ചെറുക്കാനായിട്ട് യുനാനി സിസ്റ്റം എന്നൊക്കെ പറയുന്നതും ആ ഒരു രീതിയാണ്. അതായത് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്, രോഗത്തെ പ്രിവെന്റ് ചെയ്ത് നിർത്തുകയാണ്. അത് മുൻകൂട്ടി കാണാനായിട്ട് അത് സാധിക്കും. അതായത് അത്തരത്തിലുള്ള ഭക്ഷണ രീതിയൊക്കെ, ഭക്ഷണക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോ അതിന് പ്രധാനമായിട്ടും ദഹന പ്രക്രിയയൊക്കെയാണ് കൂടുതലായിട്ടും അവര് കൈകാര്യം ചെയ്ത് നല്ല രീതിയിലുള്ള ഇന്ന ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ദഹിച്ചു പോകുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. ഇങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഡിസീസസ്, അല്ലെ, ആ ഡിസീസസ് ഒന്നും, ആ രോഗങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല. അപ്പൊ നമ്മള് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ അവര് ഭക്ഷണ രീതിയിലെല്ലാം ഇത്തരത്തിലും കുറയ്ക്കണമെന്നും ഇന്ന സാധനങ്ങൾ കഴിക്കരുതെന്നൊക്കെ നമുക്ക് നിർദ്ദേശം തരും. അങ്ങനെ ഭക്ഷണ രീതിയിൽ കൂടെ, ദഹന പ്രക്രിയയിൽ കൂടിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഓഫ് മെഡിസിൻ ട്രൈസ് ടു പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ഫെയർ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ദ സിദ്ധ സിസ്റ്റം. ഇതും ഒരു പണ്ടുകാലത്തെ ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു. അറ്റംസ് ഇപ്പോഴും അതിന്റെയൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ ആയുർവേദ ആണെങ്കിലും യോഗ ആണെങ്കിലും യുനാനി ആണെങ്കിലും സിദ്ധയൊക്കെ ആണെങ്കിലും ഇപ്പോഴും അതിന്റെ ചികിത്സാ രീതികൾ ഉണ്ട്. പക്ഷെ ചിലയിടത്തെല്ലാം അത് എന്താ പറയുക, നിർത്തിവെക്കേണ്ട അവസ്ഥകളൊക്കെ വരും. അതെ, ഇപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതെല്ലാം ഈ ചികിത്സാ രീതികളെല്ലാം ചിലത് നല്ല ഗുണം ചെയ്യുന്നതുമാണ്. അപ്പോ നമുക്ക് ഒരിക്കലും ഇതൊന്നും ശരിയല്ല, കറക്റ്റ് അല്ല എന്ന് നമുക്ക് നിർദ്ദേശിക്കാനൊന്നും സാധിക്കുകയില്ല. ഇതിൽ എന്താ പറയണ, ഈ സിദ്ധ സിസ്റ്റത്തിൽ എന്താ പറയണ, അറ്റംപ്റ്റ്സ് ടു ഡിഫൈൻ ഡിസീസസ് ആസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ normal equilibrium of the 5 elements in human beings is that result in different forms of discomfort. Okay, ചെന്ന ചികിത്സ ഇപ്പോഴും ഉണ്ട്. ആയുർവേദ ചികിത്സക്ക് ഇപ്പോഴും ഉണ്ട്, ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. നമ്മളും ഇപ്പൊ നമുക്കറിയാം ചില മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനായിട്ട് ചില ആൾക്കാരൊന്നും തയ്യാറാവില്ല. പ്രത്യേകിച്ച് ബ്ലഡ് അല്ലെങ്കിൽ അതൊക്കെ ഇതൊക്കെ കുറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു കൺട്രോളബിൾ ആക്കാനായിട്ട് നമ്മളെല്ലാം ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യും. ഇപ്പോഴും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ടൈം, അല്ലെ, ഈ കർക്കിടക ടൈമൊക്കെ നമ്മളൊക്കെ ആയുർവേദത്തിന്റെ ഒരു മേഖലകൾ പ്രധാനമായിട്ടും കേരളക്കാരൊക്കെ ക്യാച്ച് ചെയ്യുന്ന സമയമാണ്. അതായത് ഒലിവുണ്ട അങ്ങനെയൊക്കെയുള്ള അതല്ലേ ഇംഗ്ലീഷ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് അലോപ്പതി ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൂടുതലും ആഗ്രഹിക്കാറില്ല. അപ്പോ ആയുർവേദമൊക്കെ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ സിദ്ധയെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. സിദ്ധ സിസ്റ്റം എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 5 എലമെന്റ്സ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മുടെ എന്താ പറയാ, ഭൂമി, വായു, വെള്ളം, അതേമാതിരി തന്നെ ആകാശം, അല്ലെ, അത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്താ പറയാ, ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ അതിനെല്ലാം നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തത് നമ്മൾ റിജക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ഈ എലമെന്റ്സ്, ഈ 5 എലമെന്റ്സ് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു രീതിയാണ് ഇതിൽ പറയുന്നത്. ദ സിദ്ധ സിസ്റ്റം അറ്റംപ്റ്റ്സ് ടു ഡിഫൈൻ ഡിസീസസ് ആസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ നോർമൽ ഇക്വിലിബ്രിയം ഓഫ് 5 എലമെന്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ദാറ്റ് റിസൾട്ട് ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിസ്കംഫോർട്ട്. അതിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ അസുഖങ്ങൾ വരുന്നത്, അല്ലെ? നമ്മുടെ ശരീരത്തിന് മതിയായ രീതിയിലുള്ള ഈ സംഭവങ്ങളെല്ലാം, ഈ വായും എന്താ പറയണ, വായും വെള്ളവും ഭൂമിയും ആകാശം, ഇതെല്ലാം നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്, നമുക്ക് പ്രകൃതിയാലെ നമുക്ക് കിട്ടുന്നതാണ്. അതിനെല്ലാം ഇപ്പൊ എന്താ പറയുക, പണ്ടത്തെ രീതിയിലനുസരിച്ച് സൂര്യദേവൻ അല്ലെങ്കിൽ ഭൂമിദേവി അങ്ങനെ പറയുന്നില്ലേ, അവരുടെ അനുഗ്രഹം നമുക്ക് വേണം എന്നൊക്കെ നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന ഒരു ആരോഗ്യ ചികിത്സാ രീതിയാണ് എന്താ സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണിൽ പറയുന്നത് നാച്ചുറിയോപ്പതി. അതെന്താണ് പറയുന്നത്, പ്രകൃതി ചികിത്സ, അല്ലെ? മിക്കപ്പോഴും നമ്മൾക്കറിയാം മിക്കവാറും പേഴ്സൺസ് ഒക്കെ ഈ ചികിത്സകൾ ഏതെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നാച്ചുറിയോപ്പതി, അതായത് നമ്മുടെ പ്രകൃതി ചികിത്സയ്ക്ക് പ്രധാനമായിട്ടും നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആരാണ്, നമ്മുടെ മഹാത്മാഗാന്ധി. അദ്ദേഹം ഒരു പ്രകൃതി ചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ ആയിരുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ
ജീവചരിത്രമൊക്കെ വായിച്ചാൽ അറിയാം. ചില കേസുകളിലെല്ലാം പ്രകൃതി ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ഡോക്ടേഴ്സിനൊക്കെ അതൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് ശരിവെച്ചുകൊണ്ട് തെളിയിച്ചിട്ടൊക്കെയുണ്ട്. ചില പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസുകളൊക്കെ കുറച്ച് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെതായ കുറച്ച് എന്താ പറയാ പ്രകൃതി ചികിത്സ ഒക്കെ നടത്തി വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ പ്രകൃതി ചികിത്സ അല്ലെ, നമുക്കിപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാം ഈ പ്രകൃതി ചികിത്സ ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന രോഗത്തെ കൂടുതൽ എന്താ പറയുക കൂടുതൽ കാഠിന്യമാക്കിയിട്ട് അസുഖം വന്ന് നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. അപ്പൊ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ചികിത്സ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ബെറ്റർ റിസൾട്ട് കിട്ടുന്നുമുണ്ട്. ഇതെല്ലാം ഈ നിലവിലുള്ള ചികിത്സാ സമ്പ്രദായം തന്നെയാണ് എന്നുള്ളത് കൂടി ഓർക്കണം. നാച്ചുറോപ്പതിയിൽ എന്താ പറയണേന്ന് നോക്കാം. ബിലീവ്സ് ദാറ്റ് ഓൾ ഡിസീസസ് അറൈസസ് ഓവിങ് ടു അക്യുമുലേഷൻ ഓഫ് morbid matters in the body, and if a scope is given for its removal, it provides a cure or relief. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന സംഭവങ്ങളാണ് അല്ലെ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് അടിഞ്ഞു കൂടുന്നത് അതെല്ലാമാണ് കൂടുതലായിട്ട് നമ്മുടെ രോഗം വർദ്ധിപ്പിക്കാനായിട്ട് സഹായകമാകുന്നത് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ രോഗം? മോർബിഡ് എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥ, മാറ്റർ ഇൻ ദ ബോഡി, എന്താണ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സംഭവങ്ങൾ, അതിൽ നിന്നാണ് രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം അടിഞ്ഞുകൂടിയിരിക്കുന്ന വസ്തുക്കളെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ രോഗത്തിൽ നിന്നും ശമനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്താ നമ്മുടെ ഈ ചികിത്സാ രീതി കൊണ്ട്, പ്രകൃതി ചികിത്സാ രീതി കൊണ്ട് മനസ്സിലാക്കുന്നത്. നമ്മള് ഈ പ്രകൃതി ചികിത്സയിലേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? മണ്ണ് ചികിത്സ, സൂര്യ ചികിത്സ, അല്ലെങ്കിൽ ജല ചികിത്സ, അങ്ങനെയൊക്കെയുള്ള കുറെ മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ടാണ് എന്താ നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ നടപ്പാക്കുന്നത്. ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതികളാണ് എന്നുള്ളത് ആവി ചികിത്സ. ഓക്കെ, ആവി ചികിത്സയ്ക്ക് ഇതില് നടപ്പാക്കുന്ന ഒരു ചികിത്സാ രീതികളാണ്. തീർച്ചയായിട്ടും ഇതില് എന്നേക്കാൾ കൂടുതൽ അറിവുകളൊക്കെ ചിലപ്പോൾ ചിലർക്ക് വ്യത്യസ്ത രീതിയിലുള്ളത് അറിയാൻ സാധിക്കും. കാരണം നിങ്ങൾ മിക്കവാറും ചിലര് ഇതെല്ലാം എന്താ പറയുക അലോപ്പതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചികിത്സ ചെയ്യുന്നവരായിരിക്കാം. അപ്പോ ആയുർവേദ, യോഗ, യുനാനി സിസ്റ്റം, സിദ്ധ സിസ്റ്റം, ജല ചികിത്സ, മണ്ണ് ചികിത്സ, ഇതെല്ലാമാണ് നാച്ചുറോപ്പതിയില് പെടുന്നത്. തീർച്ചയായിട്ടും അതെല്ലാം പ്രകൃതി ചികിത്സയുടെ ഓരോ ഉപഭേദങ്ങളാണ്. അപ്പോ ഇതാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സില്, അതായത് ഇതുവരെ എടുത്തതില് ഞാൻ മനസ്സിലാക്കി തരുന്നത്. ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചികിത്സാ രീതികളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോഴും മിക്കവാറും സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും കൂടിയാണ് കേട്ടോ. ആയുർവേദ ചികിത്സ, ഫസ്റ്റ് വൺ ആയുർവേദ, സെക്കൻഡ് വൺ യോഗ, ദെൻ തേർഡ് വൺ യുനാനി സിസ്റ്റം, ദെൻ ഫോർത്ത് വൺ സിദ്ധ സിസ്റ്റം, ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് നാച്ചുറോപ്പതി, അതായത് പ്രകൃതി ചികിത്സ. നിങ്ങൾക്ക് എങ്ങനെയാ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? കൂടുതൽ ഡീപ്പായിട്ടൊന്നും ഇതിൽ വിവരിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇത് എന്താണ്, ഇതും ഒരു ചികിത്സാ രീതിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ഇതില് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. എങ്ങനെയാ മനസ്സിലായോ? എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതാണ് ട്രഡീഷണൽ ചികിത്സാ രീതികൾ എന്ന് ചോദിക്കുമ്പോ നിങ്ങളിത് ഓക്കെ യുനാനി എന്നൂടെ പറയാനായിട്ടാണെന്ന് തോന്നുന്നു. യുനാനി എന്നൂടെ നോക്കാം. യുനാനി സിസ്റ്റം നോക്കാം. യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലും ഭക്ഷണക്രമങ്ങളാണ് അത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. യുനാനി സിസ്റ്റം എന്ന് പറയുന്ന മെഡിസിൻ ട്രൈസ് ഇൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് കെയർ, അതായത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് അവർ പറയുന്നത്. അത് ഇപ്പോ നമ്മൾ ഒരു രോഗം കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും നമ്മളുടെ രോഗം അല്ലെ, ഇപ്പോഴത്തെ ഡിസീസസ് എന്താണ്, അപ്പൊ നമ്മുടെ രോഗാവസ്ഥ നമ്മൾ അവരോട് പറയുകയാണ്, വൈദ്യനോട് പറയുമ്പോൾ വൈദ്യം പറയും നിങ്ങൾ എന്തൊക്കെയാണ് ഈ ടൈമില് ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയും, ഇന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അവര് ആ രോഗാവസ്ഥയെ കൺസിഡർ ചെയ്തിട്ട് പറയും ഇന്ന ഭക്ഷണ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കണം. ചിലപ്പോൾ ഉപ്പാവാം, ചിലപ്പോൾ മധുരമാവാം, ചിലപ്പോൾ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളായിരിക്കാം. അപ്പൊ അത് അവര് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എണ്ണയുടെ ഉപയോഗമായിരിക്കും, എന്താണെങ്കിലും അത് അവര് കൺട്രോൾ ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിക്കുകയും അതിൽ നിന്ന് ആ രോഗത്തിൽ നിന്നും റിലീഫ് ആവാനായിട്ട്, ആ രോഗത്തിൽ നിന്നും നമ്മൾക്ക് എന്താ പറയുക ഭേദമാകാൻ, ആ രോഗം ഭേദമാകാനായിട്ടുള്ള ഒരു പോംവഴി അവര് നിർദ്ദേശിക്കുകയും അതനുസരിച്ചുള്ള മരുന്നുകൾ അവര് തരികയും ചെയ്യുകയാണ് ഈ ചികിത്സാ രീതിയിൽ നടത്തുന്നത്. അതായത്
ഭക്ഷണക്രമത്തില് ദഹന പ്രക്രിയയാണ് കൂടുതലായിട്ടും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതാണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യുനാനി സിസ്റ്റം. ഓക്കെ, അപ്പോ അത് ഒന്നുകൂടി ഓക്കെ എന്ന് പറയുന്നുണ്ട്. ദ ആയുർവേദ, യോഗ, യുനാനി സിസ്റ്റം, ദ സിദ്ധ സിസ്റ്റം, നാച്ചുറോപ്പതി. ഇത് എന്താ പറയണ 5 നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. Then നമുക്ക് നോക്കാനുള്ളത് മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പരമ്പരാഗത ചികിത്സാ രീതികളാണ്. അത് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. പക്ഷെ നമ്മളിപ്പോ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതാണ്, അതായത് ഇന്നത്തെ കാലത്തെ ആധുനിക ചികിത്സാ സമ്പ്രദായമായ അലോപ്പതി ചികിത്സയിലാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. The modern allopathic health care system in India includes a public sector, private sector, and an informal network of care providers. അതായത് ഇതില് ഈ മോഡേൺ അലോപ്പതി സിസ്റ്റത്തിൽ എന്തുണ്ട്? പണ്ട് നമുക്കറിയാം ഇന്ന വൈദ്യന്മാര്, ചിലപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ചില തിരുമ്മൽ വ്യക്തികൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരാണ് അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആണ് നേരത്തെ കണ്ട മിക്കവാറും ചികിത്സാ രീതികൾ. അവർക്കൊരു വൈദ്യന്മാരുണ്ട്, അവരുടെ ശിഷ്യന്മാര് അത് ഫോളോ ചെയ്ത് അത് പഠിച്ചെടുത്ത് വീണ്ടും അവരാണ് വൈദ്യന്മാരായി മാറി അങ്ങനെ വരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ അലോപ്പതിക് സിസ്റ്റത്തിൽ നമുക്കറിയാം അങ്ങനെ ഒരു പിന്തുണച്ചക്കാരും അല്ലെങ്കിൽ അവരുടെ തൊട്ട് ശിഷ്യന്മാരും എന്നല്ല. നമ്മൾ ഇതേമാതിരി തന്നെ സാധാരണ മെഡിസിൻ എല്ലാവരും എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രത്യേകം സെപ്പറേറ്റ് കോഴ്സുകളൊക്കെ പഠിച്ച് ഓരോ വിങ്ങിലും പ്രത്യേകം ശോഭിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെയാണ് ചികിത്സ നല്ല ഡോക്ടറാണെന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. വ്യാജ വൈദ്യന്മാരാണെന്ന് പറയുന്നുണ്ട്, ട്രഡീഷണൽ വൈദ്യന്മാർ. അല്ലെങ്കിൽ ഇപ്പോഴും ഈ അലോപ്പതി വൈദ്യന്മാരും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എനിവേ, ഇപ്പോഴത്തെ എന്താ പറയുക അലോപ്പതിക് ഹെൽത്ത് സിസ്റ്റത്തിൽ എന്താ പറയുന്നത്, അത് അതിൻ്റെതായ ആ ഒരു കോഴ്സുകളെല്ലാം കണ്ടക്ട് ചെയ്തൊക്കെയാണ് വരുന്നത്. പണ്ടത്തെ മാത്രമേ നമ്മള് ശിഷ്യത്വം സ്വീകരിച്ച് അവരോടൊപ്പം തന്നെ ജീവിച്ച് ചില ഇതുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ ആ വൈദ്യന്മാര് അവരോടൊപ്പം തന്നെ ആയിരുന്നൊക്കെയാണ് കുറെ ശിഷ്യത്വമൊക്കെ നേടിയെടുക്കുന്നത്. മോഡേൺ അലോപ്പതിയിലെ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. അതെ, അതായത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടും പേഴ്സൺസുകളൊക്കെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്, ഇതേമാതിരി തന്നെ ഹെൽത്ത് സംരക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ശൃംഖല തന്നെയുണ്ട് അല്ലെ. ഓരോ സെപ്പറേറ്റ് ഇതുകള് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വിങ്ങുകൾ വരെ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ഫോണിൽ വരെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാം. എന്ത് മോഡേൺ അലോപ്പതി ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ. അപ്പോ പക്ഷെ ഒരു ഇന്ത്യക്ക് അതിൻ്റെതായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. അതിനെ കുറിച്ചാണ് നമുക്ക് താഴെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നോക്കാം. ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഡിസ്റ്റിങ്ക്റ്റ് സ്പേസസ്. അതായത് 3 തലങ്ങളായിട്ടാണ് ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ ഇൻ ദ ഇനീഷ്യൽ ഫേസ് 1947 to 1983. ഇത് അലോപ്പതി സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് എന്താ പറയുക, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1947 to 1983, 1947 അല്ലെ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ കാലം തുടങ്ങി അങ്ങോട്ടേക്ക് 83 വരെ ഉള്ള ഒരു ഫസ്റ്റ് ഫേസ് ആണ്, ഒരു ആദ്യത്തെ മേഖലയാണ്. ആ മേഖലയിൽ എന്താ, ഹെൽത്ത് പോളിസി വാസ് thought to be based on two board principle. അതിന് 2 പ്രധാനപ്പെട്ട തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അതിലെന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് none should be denied health care because of the lack of pay. അതായത് അത് രാഷ്ട്രീയപരമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നമുക്കൊരു എന്താ പറയുക മന്ത്രിസഭയൊക്കെ വേണം അല്ലെ. രാഷ്ട്രീയപരമായിട്ട് അപ്പൊ അത് ഏറ്റെടുക്കുകയാണ് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഡിനൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷേധിക്കരുത്. ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ, ഷുഡ് ബി ഡിനൈഡ്, ഒരിക്കലും നിഷേധിക്കരുത്. ആർക്ക്? ലാക്ക് ഓഫ് പേ. നമുക്ക് എന്താ പറയുക സാമ്പത്തികം ഇല്ല എങ്കിലും ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ അല്ലെ, നമ്മുടെ ആരോഗ്യ സംരക്ഷണം നിഷേധിക്കരുത് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് it was the moral duty of the state to provide health care to the people. This faces so moderate achievements. അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടുത്തെ ആ ഒരു സ്റ്റേറ്റിന്റെ ആ ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ
ഒരു ഡ്യൂട്ടിയും കൂടിയായി അത്. അതായത് ഭരിക്കുന്ന ജനത്തിന്റെ ഒരു ഡ്യൂട്ടിയും കൂടിയായി എന്ത് ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെയും കൂടി ഒരു സ്റ്റേറ്റിന്റെയും കൂടി ഒരു ഡ്യൂട്ടി ആയിട്ട് എടുക്കേണ്ടതായിട്ട് വന്നു. ദിസ് മീൻസ് സോ മോഡറേറ്റ് അച്ചീവ്മെന്റ്സ്. ആ ടൈമിൽ അതുകൊണ്ട് തന്നെ ഇത് കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കി. അതായത് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഫേസില് 1947 to 1983 അത്യാവശ്യം ആൾക്കാർക്കെല്ലാം പേ ഇല്ലാതെ, അതായത് ഇപ്പൊ എന്താ പറയുന്നത്, നമുക്ക് സാമ്പത്തികമായിട്ട് മാന്യം സംഭവിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്തത്. Then in the second phase 1983 to 2000 2000 വരെയുള്ള ആ കാലഘട്ടത്തിൽ എന്താന്ന് നോക്കാം. നാഷണൽ ഹെൽത്ത് പോളിസി വാസ് proclaimed for the first time 1983, which pronounced clearly the need to encourage a private initiative in healthcare service delivery. ആ ടൈമിലായപ്പോ എന്തായി, നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇത്രയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിലും അവർക്കെല്ലാം ഹെൽത്ത് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരുന്നു. അതൊരു ഭരണത്തിന്റെയും കൂടി ഒരു എന്താ പറയുക, ഭരണത്തിന്റെ ആ സ്ഥാനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് നല്ല അച്ചീവ്മെന്റ്, നല്ല നേട്ടങ്ങളൊക്കെ കൈവരുത്തി. ദെൻ സെക്കൻഡ് ഫേസിൽ എന്താണ്, അവിടെ പ്രൈവറ്റ് പാർട്ടീസും കൂടി കയറി. അതായത് ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് പ്രൈവറ്റ് പാർട്ടീസിനും കൂടി കയറാനുള്ള ഒരു ഇത് വന്നു. അപ്പൊ പറയാണ്, നാഷണൽ ഹെൽത്ത് പോളിസി വാസ് proclaimed for the first time 1983, which pronounced clearly the need to encourage a private initiative in healthcare service delivery. The policy also intensified the access to publicly funded primary health care. ഇവിടെ അതിനോടൊപ്പം തന്നെ പബ്ലിക്കിന്റെ ഒരു ഫണ്ടും കൂടി, ഇപ്പൊ ഈ നമ്മളൊക്കെ അറിയാലോ, എന്തെങ്കിലും ദുരിതാശ്വാസമാണെങ്കിൽ തന്നെ പബ്ലിക്കിന് ഇത്ര ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനും എന്താ പറയുക, പബ്ലിക്കിൻ്റെതായിട്ടുള്ള ഒരു ഫണ്ടും കൂടി, പ്രൈമറി ഫണ്ടും കൂടി അവിടെ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൈകാര്യം ചെയ്തത്. ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ഹെൽത്ത് ഫെസിലിറ്റി ഇൻ റൂറൽ ഏരിയാസ് ത്രൂ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അതായത് ഇന്റൻസിഫൈഡ് നോക്കാം, മീനിങ് എന്ന് പറയുന്നത് എന്താന്നുള്ളതല്ലേ. ഓക്കെ, അതില് പ്രധാനമായിട്ടും പ്രവേശനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രവേശനം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ദ പോളിസി ഓൾസോ ഇന്റൻസിഫൈഡ്, അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ പോളിസി ഓൾസോ ഇന്റൻസിഫൈഡ് ദ ആക്സസ് പബ്ലിക്കലി ഫണ്ടഡ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി പ്രാഥമിക ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണത്തില് പബ്ലിക്കിന്റെ ഫണ്ടോട് കൂടിയിട്ടാണെന്നുള്ള നയങ്ങളാണ് ആ പ്രവേശനത്തിന് രൂപകൽപ്പന ചെയ്യുന്നത്. ആ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റത്തില് പബ്ലിക്കിന്റെ ഫണ്ടും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അതില് പറയുന്നത് ഇത് നമുക്ക് ഒരു പോയിന്റും കൂടി, 2-3 പോയിന്റും കൂടി ഉണ്ട്. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് ഹെൽത്ത് ഫെസിലിറ്റി ഇൻ റൂറൽ ഏരിയാസ് ത്രൂ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അതായത് ജനങ്ങളുടെ, നമ്മൾ തന്നെ അറിയാം, ആദ്യം ഒരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ചിലപ്പോ നമുക്കൊരു ഏരിയയിൽ അല്ലെ ഒരു ഹോസ്പിറ്റലൊക്കെ കിട്ടുന്നുള്ളൂ, എല്ലാവർക്കും അത് കിട്ടിയെന്ന് വരില്ല. ഇവരൊക്കെ പറയും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണം, ഫണ്ട് ഇല്ലാത്തവർക്കും അല്ലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഉറപ്പുവരുത്തുന്നതൊക്കെ പറയും. ആദ്യം അതിന് വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും അംഗീകരിക്കും. പിന്നീട് ഇപ്പോ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ അവർക്ക് ചികിത്സ കിട്ടാത്തവരെ കുറെ പേരുണ്ടാവുന്നു ഇവർക്ക് മനസ്സിലാവും അല്ലെ, നാച്ചുറലി അവർ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, പോളിസി വീണ്ടും വിപുലീകരിക്കുകയാണ്. അതായത് റൂറൽ ഏരിയയിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്ന രീതിയിലേക്ക് ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സെക്കൻഡ് ഇതിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, എക്സ്പാൻഷൻ ഹെൽത്ത് ഫെസിലിറ്റി ഇൻ റൂറൽ ഏരിയാസ് ടു നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, അതായത് NHPS. അത് വീണ്ടും നമുക്കറിയാം, ആദ്യം ഇവര് പറയുന്നുണ്ട് നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ നേടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത് ഇന്ന പ്രോബ്ലംസ് ഒക്കെ അവര് മുൻകൂട്ടി കാണിക്കും, ഇതൊന്നും നടന്നിട്ടൊന്നുമില്ല എന്നുള്ളത് കാണിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവരെന്താ ചെയ്യുന്നത്, അടുത്തൊരു ഇതില് വരുമ്പോൾ, അതായത് സെക്കൻഡ് ഫേസിൽ എന്താണ് നാഷണൽ ഹെൽത്ത് സിസ്റ്റം എന്നുള്ള പ്രോഗ്രാം എന്നുള്ളത് റൂറൽ ഏരിയയിലേക്കും അതായത് ഗ്രാമപ്രദേശങ്ങളിലേക്കും വികസിപ്പിക്കുകയാണ്. ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യപ്പെടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ്. അല്ലെ, തേർഡ് നോക്കാം. ദ തേർഡ് ഫേസ് പോസ്റ്റ് 2000.
അതായത് 2000 ആയപ്പോഴേക്കും എന്താ നോക്കാം, വിറ്റ്നസിംഗ് എ ഫർദർ ഷിഫ്റ്റ് ആൻഡ് വിറ്റ്നിങ് ഓഫ് ഫോക്കസ് ദ current phase address main issues such as the public-private partnership, liberalization of insurance sector, and the government as a financier. അതില് വരുമ്പോഴേക്കും എന്താണ് എല്ലാവരെയും ഉൾപ്പെടുത്തി അല്ലെ, അവർക്ക് തന്നെക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാക്കി മാറ്റി. വൈഡനിങ് എന്ന് പറയുന്നത് വിശാലമാക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. എല്ലാവർക്കും തുറന്ന് പ്രവർത്തിപ്പിച്ചു. പബ്ലിക്, അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാക്കി മാറ്റുകയല്ല അവരെന്താ ചെയ്യുന്ന, പ്രൈവറ്റ് പാർട്ടീസിനെ മാത്രമല്ല ഇൻഷുറൻസ് അല്ലെ, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഇൻഷുറൻസ് വരെ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അപ്പൊ അവർക്കും കൂടി കടന്നു വരാനുള്ള മേഖലകളൊക്കെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുള്ള അയവ് വരുത്തുന്നില്ല. ലിബറലൈസേഷനൊക്കെ ഇൻഷുറൻസ് സെക്ടറിനൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ ഈ ഹെൽത്ത് കെയർ സിസ്റ്റംസിനെ അത്രയും വിശാലമാക്കി മാറ്റുകയാണ്. വൈൻഡിങ് എന്ന് പറഞ്ഞാൽ വിശാലമാക്കുന്ന ഒരു പ്രക്രിയയാണ് തേർഡ് ഫേസ് പോസ്റ്റില് വരുന്നത്. Okay, witness a further shifting and widening of focus. The current phase addressing the main issues such as public-private partnership. അതായത് മറ്റേത് പബ്ലിക്കിന് മാത്രം ഉണ്ടായെങ്കിൽ പിന്നെ പ്രൈവറ്റിന് മാത്രം ഉണ്ടായെങ്കിൽ ഇപ്പൊ വീണ്ടും പബ്ലിക്കിനും പ്രൈവറ്റിനും കൂടി പങ്കാളിത്തപ്പെട്ട്, അതെ പാർട്ണർഷിപ്പോട് കൂടിയിട്ടുള്ള എന്താ പറയാ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലേക്ക് വീണ്ടും ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ, ഇൻഷുറൻസിന് കടന്നു വരാവുന്ന രീതിയിൽ ഹോസ്പിറ്റലിനൊക്കെ എന്താ പറയുക വളർത്തിയെടുത്തു. ആൻഡ് ദ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇത്തരം ഭാഗം അല്ലെ, പകുതി ഭാഗം ഗവൺമെന്റിലേക്കും പിന്നെ കുറച്ച് ഭാഗം ഇൻഷുറൻസ് പാർട്ടിയും പിന്നെ കുറച്ച് ഭാഗം പ്രൈവറ്റ് പാർട്ടീസും അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റുകയാണ് തേർഡ് ഫേസ് ആയപ്പോഴേക്കും നടന്നിരിക്കുന്നത്. ഓക്കെ ആണോ? ഇതൊരു മേഖലയാക്കി നമ്മുടെ എന്താ പറയണേ അലോപ്പതി ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ 3 മേഖലയാക്കി തിരിച്ചു കാണിക്കുന്നതാണ്. ഫസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പറഞ്ഞ മാതിരി പാവപ്പെട്ട വ്യക്തികൾക്കും കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായമൊക്കെ വന്നപ്പോ പണ്ടേ പറഞ്ഞത് നമുക്കറിയാമല്ലേ, വൈദ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ റയറായിരിക്കും. അവരുടെ അടുത്തേക്ക് പോയി ചികിത്സ കണ്ടെത്തുക എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും പ്രാബല്യമായ ഒരു കാര്യമല്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ എന്താ പറയുക ഓരോ സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്കൊക്കെ പോകാൻ വാഹനങ്ങളും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വരുമ്പോൾ, അതായത് ഹോസ്പിറ്റലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് പൊതുവെ എന്തെങ്കിലും അവിടേക്കും എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായി കാണും. അപ്പൊ അവിടേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് എളുപ്പമായിരിക്കും. അത് കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി മാറി. പിന്നെ വീണ്ടും വീണ്ടും അവരെന്താ ചെയ്യുന്നു, ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ തുടങ്ങി അവർക്കും സേവനങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്താ പറയാ ഒരുപാട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് പുരോഗതി വന്നു. തേർഡ് ഫേസ് ആയപ്പോഴേക്കും പബ്ലിക് മാത്രമല്ല പ്രൈവറ്റ് മാത്രമല്ല മിക്സഡ് ആയിട്ടുള്ള പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും പാർട്ണർഷിപ്പോട് കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും അതേപോലെ തന്നെ ഇൻഷുറൻസുകാർക്കും കിടന്നു ചെല്ലാവുന്ന ഒരു മേഖലയാക്കി മാറ്റി. അങ്ങനെ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പ്രൈവറ്റിന്റെ ഫിനാൻസും എന്താ പറയുക ഇൻഷുറൻസ് പാർട്ടിക്കും എല്ലാവർക്കും കൂടി കൈകാര്യം ചെയ്യാവുന്ന മേഖലയാക്കി മാറ്റിയപ്പോൾ കൂടുതൽ അതിന്റെ സൗകര്യങ്ങൾ പബ്ലിക്കിന് കിട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെ 3 ഫേസ് ആയിട്ടാണ് എന്താ പറയുക നമ്മുടെ മോഡേൺ അലോപ്പതി ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിലുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? നമ്മുടെ ട്രഡീഷണൽ മാറി അലോപ്പതി വന്നപ്പോഴേക്കും നിങ്ങൾക്ക് ബോറടിച്ച കിട്ടിയോ? വലുതും എന്തെങ്കിലും മനസ്സിലായോ? ആരും പ്രതികരിക്കുന്നില്ലല്ലോ, എല്ലാവരും പറഞ്ഞു ഓക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായിട്ട് നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്നും പറയാനൊന്നുമില്ല. നമ്മളിപ്പോ എന്താ പറയാ രോഗം വരുമ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ചില സമയത്ത് എന്താ പറയണ ഫിനാൻസ് ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയായിട്ട് വരും. ചില സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് രോഗത്തിനെ റിക്കവർ ചെയ്ത് പോരാനൊക്കെ ആയിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഒരു കാലഘട്ടത്തിന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം, അടുത്തതിലേക്ക് പോകാം. ഓക്കെ ആയോ? എന്തെങ്കിലും മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. The healthcare infrastructure in rural areas being developed as a 3-tier system.
നമുക്ക് അതിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ എങ്ങനെയാണ് ആ ഡെവലപ്മെന്റ് വരുത്തിയേക്കണേന്ന് മനസ്സിലാക്കാം. പിന്നെ എന്തൊക്കെ രീതിയിലാണ് ഈ എന്താ പറയുക ഗ്രാമപ്രദേശങ്ങളിലെല്ലാം എന്തൊക്കെ രീതിയിലുള്ള വികസനമാണ് തന്നിരിക്കണേന്ന് നോക്കാം. അതിൽ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ് സെന്റർ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. നമ്മളൊക്കെ കൊച്ചുകുട്ടികളൊക്കെ അല്ലെ, ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ ആദ്യം ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലകളാണ്. അപ്പൊ അപ്പോഴാണ് കൂടുതൽ സബ് സെന്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ അവെയർ ആവുന്നത്. അപ്പൊ നോക്കാം, ഇതിൽ പറയുന്നത് മൂന്ന് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സബ് സെന്റർ എന്ന് പറയുന്നത് in rural areas, health sub-center make up the institutional basis of primary care. It typically performs the basic medical services. Immunization and reference sub-centers are usually temporary structure employing 1-2 care workers in most locations. Each sub-center is supposed to provide an indispensable for up to 5,000 individuals. The sub-centers are complemented by community health workers under the supervision of the sub-center. നമുക്കറിയാം മിക്കവാറും പഞ്ചായത്തുകളിലെല്ലാം സബ് സെന്റേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ടാവും അല്ലെ. നിങ്ങളുടെ ഏരിയകളിലാണെങ്കിലും ഈ സബ് സെന്റേഴ്സിൽ പോയി കുട്ടികൾക്ക് നമ്മൾ എന്താ പറയണം, ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കുത്തിവയ്പ്പോ ഇമ്മ്യൂണൈസേഷന്റെ എന്തെങ്കിലും കുത്തിവയ്പ്പ് അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ 6 months കൂടുമ്പോൾ മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരം സബ് സെന്ററുകൾ റൂറൽ ഏരിയകളിൽ വ്യാപിക്കുകയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സബ് സെന്റേഴ്സ് ആണ്. സെക്കൻഡ് വൺ പ്രൈമറി ഹെൽത്ത് സെന്റർ, ഗ്രാമപ്രദേശങ്ങളിലെ സമൂഹവും തമ്മിലുള്ള ഏറ്റവും പെരിഫറൽ. ഓക്കെ, ഇതില് നമ്മളെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ കൂടുതൽ ഇടപെടുന്ന ഒരു മേഖലയാണ് സബ് സെന്റേഴ്സ്. നമ്മൾ അറിയാം ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇമ്മ്യൂണൈസേഷനൊക്കെ നടത്താനായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം അല്ലെ. അപ്പൊ ഓരോ പഞ്ചായത്തിലും ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ നിയറസ്റ്റ് നിങ്ങളുടെ ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിൽ സബ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ എന്താണ് നടക്കണമെന്ന് നോക്കി. ഇൻ റൂറൽ ഏരിയ ഹെൽത്ത് സബ് സെന്റേഴ്സ് മേക്കപ്പ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഓഫ് പ്രൈമറി കെയർ. ഒരു പ്രാഥമിക ഒരു സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ എന്താ പറയുക ഹെൽത്ത് കെയർ ആണ് കൊടുക്കുന്നത്. It typically performs basic medical services. Immunization and reference sub-centers are usually temporary sector. അത് എപ്പോഴും എന്താ പറയുക അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്താണ് പ്രധാനമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ മെഡിസിൻസ് ഒക്കെ അല്ലെ. നമ്മൾ വേം മെഡിസിൻസ് ഒക്കെ 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ എന്താ പ്രഗ്നൻസി പേഴ്സൺസ് ഒക്കെ ആണെങ്കിലും അവര് കറക്റ്റ് ആയിട്ട് ടൈമിൽ ആ ഒരു മെഡിസിൻസ് ഒക്കെ ക്യാച്ച് ചെയ്യുന്നത് സബ് സെന്റേഴ്സിലൊക്കെയാണ്. Then employing 1-2 care workers in most locations. അവിടെയൊക്കെ 1-2 വർക്കേഴ്സ് ഒക്കെയാണ് കൂടുതലും ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്കറിയാം വിസിറ്റ് ഇടയ്ക്ക് ചില വീക്കിലി ഒരു ഡേയിലൊക്കെയാണ് ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ വന്ന് കൃത്യമായിട്ട് വിസിറ്റ് ചെയ്ത് പരിശോധനകളൊക്കെ നടത്തി പോകുന്നത്. അവിടെ സാധാരണയായിട്ട് 1-2 വർക്കേഴ്സുകളൊക്കെ ഉണ്ടാവാറുള്ളൂ. Each center is supposed to provide indispensable for up to 5,000 individuals. അതായത് 5,000ഓളം ഇൻഡിവിജ്വൽസിന്റെ ഒരു മേഖല അതാണ് അവര് ഉദ്ദേശിക്കുന്നത്. അവരെ നോക്കാൻ വേണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സബ് സെന്റർ ആണ് അവിടെ ഉണ്ടാവുക. The sub-centers are complemented by community health workers under supervision of the sub-center. അതായത് ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് ഹെഡുകൾ ഉണ്ടാവും. സൂപ്പർവൈസ് ചെയ്യുന്നവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ആ സൂപ്പർവൈസർമാരുടെ കീഴിലാണ് ഇവരെല്ലാം കൃത്യമായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. ഇന്ന ടൈമില് ഡോക്ടർ ഉണ്ടാവും, ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിശോധന നടത്താം, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കുത്തിവയ്പ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മെഡിസിൻ വൈറ്റമിൻ എ ഒക്കെ കൊടുക്കും അല്ലെ. എപ്പോഴും അവർ കൊടുക്കില്ല. ചിലപ്പോ 1 month ഇന്ന വീക്കില് സബ് സെന്റർ എന്ന് പറയുന്നത് ഓക്കെയാണോ? നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ ആരെങ്കിലൊക്കെ പോയി കാണും അല്ലെ. സബ് സെന്ററിൽ പോകുന്ന ഒരാളല്ലേ ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടാവൂലേ? കൂടെ ഇരിക്കുന്ന കേൾക്കുന്നതിൽ ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടോ സബ് സെന്ററിലൊക്കെ? കുട്ടികളുമായി ബന്ധപ്പെട്ടൊക്കെ ആരുമില്ല? യെസ്, ഞാൻ തീർച്ചയായിട്ടും പോയിട്ടുണ്ട് കേട്ടോ. എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തന്നെ പറയുന്നുണ്ട് വാക്സിൻ എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് നോക്കാം.
പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. PHC, അതായത് അതിന്റെ ഫുൾ ഫോം നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. PHC നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്താണ് PHCയുടെ ഫുൾ ഫോം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ആൻസർ ചെയ്യണം. പ്രൈമറി ഹെൽത്ത് സെന്റർ, ആളുകൾക്ക് അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം പ്രദാനം ചെയ്യുക. ഗുഡ്, നല്ല കൃത്യമായ മലയാളം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആളുകൾക്ക് അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഉള്ളതാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇത് യൂഷ്വലി സ്മാള്, അബൌട്ട് 5 ബെഡ്സ്, അവിടെ ഒരു 5 ബെഡ്സ് ഒക്കെ കാണും. 2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, അവിടെ 1-2 ഡോക്ടേഴ്സ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. ആൻഡ് 14 പാരാമെഡിക്കൽസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്. PHCs typically a referral unit for a സബ് സെന്റർ. അത് അവിടെ 10-14 എന്താ പറയണ മറ്റു സ്റ്റാഫുകളും എല്ലാ എന്താ പറയണ ഇതെല്ലാം പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വാർഡ് മെമ്പേഴ്സ്, എല്ലാ വാർഡന്മാര്, അങ്ങനെ കുറച്ച് പേരുകളും അത്യാവശ്യം എല്ലാവരും അങ്ങനെ കൂടി ഒരു 14 സ്റ്റാഫുകളും ഉണ്ടാകും എന്ന് പറയുന്നു. Then for a sub center cluster of about 6. അപ്പൊ ഇത്രയും ഇതിന് കീഴിലുള്ള 5-6 സബ് സെന്ററുകളെ കൂട്ടിയിട്ടാണ് ഈ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാവുക. അവരായിരിക്കും, ഇവരുടെ കീഴിലായിരിക്കും ഈ 5-6 സബ് സെന്റേഴ്സ് ഉണ്ടായിരിക്കുക. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ PHC are in charge of 6 സബ് സെന്റർ ഈച്ച്. ഓരോ എന്താ പറയുക പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കീഴിലും 6 സബ് സെന്ററുകൾ ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ ടു ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, മോസ്റ്റ് PHC ഫെസിലിറ്റേറ്റ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് വിത്ത് 4 to 6 ബെഡ്സ്. ആസ് പെർ ദ പ്ലാൻ PHC സർവീസ് 13,000 പീപ്പിൾ. അതിൽ പറയുന്നത് എന്താണ്, 30,000 പീപ്പിൾസിനെ, അത്രയും ജനങ്ങളെ പരിശോധിക്കാം എന്നുള്ള കൺസിഡറേഷനിലാണ് എന്ത് ഒരു PHC രൂപീകരിച്ചിരിക്കുന്നത്. അതിന്റെ കീഴിൽ നമ്മൾ നേരത്തെ കണ്ട മാതിരി സബ് സെന്റേഴ്സ് ഉണ്ട്. എത്ര സബ് സെന്റേഴ്സ് ഉണ്ട്? 6 സബ് സെന്റേഴ്സിനും കൂടിയിട്ടാണ് ഒരു PHC സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഇത്രയും തന്നെ പീപ്പിൾസിനെ കൂടെ പരിശോധിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത്തരം സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ 2 ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. 14 പാരാമെഡിക്കൽസ് സ്റ്റാഫുകൾ, അല്ലെ, നഴ്സുമാരും അറ്റൻഡന്റുമാരും അത് അവരിവിടെയൊക്കെ ആയിട്ട് ഒരു 10-14 സ്റ്റാഫുകളും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത്തരം സെന്ററുകളിൽ. അതാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ. അതായത് 3 രീതിയിലാണ് റൂറൽ ഏരിയകളിൽ നമ്മുടെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു സബ് സെന്ററുകളാണ്. അവിടെ നമ്മളിപ്പോ കണ്ടു വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അല്ലെ വീക്കിലി നിന്നല്ല മന്ത്ലി ചില വീക്കുകളിൽ ചില ഡേയ്സുകളിലൊക്കെയാണ് ഡോക്ടേഴ്സ് സന്ദർശിക്കുക. എന്നാലും അവിടെ 1-2 വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരതനുസരിച്ച് എന്താ പറയുക 5,000 ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കൺസിഡർ ചെയ്യാം അല്ലെ. ആ ഏരിയകളിലെ ഇന്റഗ്രേറ്റീവ് രോഗങ്ങളൊക്കെ പെട്ടെന്ന് ഇവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ചിലപ്പോൾ ഇൻഫോർമേഷൻസ് ഒക്കെ സ്വീകരിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് 5,000 ഇൻഡിവിജ്വൽസിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഒരു സബ് സെന്റർ ഉണ്ടാകുക. ഇതുമാതിരത്തെ ഒരു 6 സബ് സെന്ററുകൾ കൂടിയിട്ടാണ് എന്താ പറയുക PHC, അതായത് പബ്ലിക് ഹെൽത്ത് സെന്റർ രൂപീകരിച്ചിരിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും, 14 സ്റ്റാഫുകളും ഉണ്ടാവും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നമുക്കറിയാം ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെ, അതൊക്കെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എന്ന് പറയാം. ദ സെക്കൻഡറി സെക്ടർ ഓഫ് ദ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം കണ്ടെയ്ൻസ് റൂറൽ ഹോസ്പിറ്റൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് CHC എന്നുള്ളതാണ്. സേവിങ് 4 PHC. അവിടെ പ്രധാനമായിട്ട് 4 PHCന് സേവ് ചെയ്യുന്ന രീതിയിലുള്ള കൺസിഡറേഷനോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. The CHC specialized medical services are meant for 120,000 people. Community health centers are supposed to have at least 30 beds and operation theater, a laboratory, X-ray facilities, as well as a team of 4 medical specialists. ഇതില് പറയുന്നത് എന്താ പറയുന്നത് ഒരു 30 ബെഡുകൾ അല്ലെ, എന്തെങ്കിലും കിടത്തി ചികിത്സയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 30. നേരത്തെ നമ്മൾ കണ്ട ഒരു 5 പേർക്കാണ് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം അവിടെയുള്ളൂ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 10-30 ബെഡുകളൊക്കെ കിടത്തി ചികിത്സിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ അവിടെ എന്തൊക്കെയുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററുകൾ വരെ
ഉണ്ടെന്നുള്ളതാണ്. എവിടെയാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളില്. പിന്നെ എന്താ പറയുക, ലബോറട്ടറി ഉണ്ട്, അവിടെ തന്നെ ലബോറട്ടറി നമ്മുടെ ലാബ് ഉണ്ടാവും, എക്സ്റേ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടിയ ഒരു ഹെൽത്ത് കെയർ സെന്റർ ആണ് ഏത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റർ. അപ്പൊ നമ്മൾ 3 പഠിച്ചു. സബ് സെന്റർ എന്താണെന്നുള്ളത് പഠിച്ചു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. അപ്പൊ ഫസ്റ്റ് വണ്ണിലെ എന്താ, അതായത് 6 സബ് സെന്റർ കൂടിയിട്ടാണ് ഇവിടെ എന്താ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒരെണ്ണം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, എത്ര ഇതുകൾ കൂടിയിട്ടാണ് പറയുന്നത്? 12,000 people, 1,20,000 people's കഴിയുന്നത്. The second sector of the Indian healthcare system contains rural hospitals and community healthcare system center serving 4 PHC. ഇവിടെ പറയുന്നുണ്ട് 4 PHC അല്ലെ, 4 ഇതുമാതിരത്തെ PHC-യുടെ മെയിൽ ഹെഡ് എന്ന് പറയുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, 6 എണ്ണം കൂടുമ്പോൾ ഇവിടെ ഒരു PHC വരുന്നു. ദെൻ ഇങ്ങനത്തെ 4 PHC കൂടുമ്പോൾ ഒരെണ്ണം ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്ററിന്റെ കീഴിലാണ് വരുന്നത്. അവിടെ അവിടെ കൂടുതൽ നമ്മൾ നേരത്തെ പറയുമ്പോൾ എന്താണ് കൂടുതലും 5,000 അല്ലെ, 5,000 ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റിൽ കണ്ടത് എന്താ 30,000 people. ഇവിടെയാണെങ്കിലോ 1,20,000 പീപ്പിളിനെയും കൂടി ഹാൻഡിൽ ചെയ്യാനുള്ള കൺസെൻട്രേഷനോട് കൂടിയിട്ടാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സിസ്റ്റം അവിടെ ഹെൽത്ത് കെയർ സെന്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? അവിടെ എന്തൊക്കെയുണ്ടെന്നും പറയുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ബെഡുകളാണെങ്കിൽ 30 ബെഡ്സ് എന്നുണ്ടെന്ന് പറയുന്നു. then സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർവീസ് അല്ലെ, പ്രത്യേകം ഡോക്ടേഴ്സുകളൊക്കെ ഉണ്ടാവും, ഡോക്ടർമാരൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നു. ഓക്കെ ആണോ? 3 ഇതുകൾ നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ സബ് സെന്ററിലാണ് ജോയിൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും മനസ്സിലായി? ഓക്കെ, നമുക്ക് എങ്ങനെയാ ഇതിന്റെ ഒരു ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ഔട്ട് ചെയ്യുകയും ചെയ്യാം. നോക്കാം, അതിന്റെ ഒരു പിക്ചർ ഇവിടെ തരുന്നുണ്ട്, അതൊരു ഡയഗ്രാം ആയിട്ട് കാണിക്കുന്നുണ്ട്. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ എന്താ നോക്കാം. നാഷണൽ ലെവല് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലെ, ആരോഗ്യ കുടുംബക്ഷേമ ആരോഗ്യ മന്ത്രാലയം, ചികിത്സാ മന്ത്രാലയം എന്നുള്ള ലേബലിന് നാഷണൽ ലെവലിലുള്ളതാണ്. അത് എന്താണ്? സ്റ്റേറ്റ് ലെവല് യൂണിറ്റ്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ട്. അതിന്റെ സ്റ്റേറ്റ് ലെവലും താഴെ ഡിസ്ട്രിക്ട് ലെവൽ എന്താ പറയുക, സംസ്ഥാനത്തിന്റെയും കഴിഞ്ഞ് ജില്ലാതലം കഴിഞ്ഞിട്ടാണ് താഴേക്കുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അതില് ഡിസ്ട്രിക്ട് ലെവലിന് താഴേക്ക് വരുന്നത് ശ്രദ്ധിക്കുക, റൂറൽ ഏരിയ. റൂറൽ ഏരിയയില് CHC, PHC, സബ് സെന്റർ, ഇത് 3 നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യം കണ്ടു സബ് സെന്റർ കണ്ടു. 6 സബ് സെന്റർ കൂടുമ്പോൾ PHC ഒന്നാവും. then PHC 4 PHC കൂടുമ്പോഴാണ് ഒരു CHC വരുന്നത്. അതായത് ഇവിടുത്തെ ബെഡുകൾക്കും പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരു ബെഡുകള് 6 ബെഡ്, ഇവിടെ 20 ബെഡുകളുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അവിടെ ഡോക്ടേഴ്സിന്റെ സേവനം പറഞ്ഞു, 1-2 ഡോക്ടേഴ്സ് കൂടി ഉണ്ടാവും പറഞ്ഞു. CHC അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, എക്സ്റേ ലാബ്, ഇതെല്ലാം ഇവിടെ ഏതായത് CHC-യില് ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പബ്ലിക് ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞു. CHC എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ചെയ്യാം. സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS പറഞ്ഞു, അതെന്താണ് ഒന്ന് ക്ലിയർ ആക്കി തരുമോ? യൂണിയൻ ടെറിട്ടറീസ് എന്നാണ് പറയാം. സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അല്ലെ, എത്ര സ്റ്റേറ്റുകളുണ്ട്? നമ്മുടെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. സംസ്ഥാനങ്ങളെ കൂടാതെ യൂണിയൻ ടെറിട്ടറീസ് കൂടിയുണ്ട് അല്ലെ. നമ്മൾ കുറച്ച് യൂണിയൻ ടെറിട്ടറീസ് കൂടി കൂടിയിട്ടാണ് ഇന്ത്യ ഉള്ളത്. ഇത്രയും എന്താ പറയാ, 29 സംസ്ഥാനം, കൃത്യമായിട്ട് അറിയില്ല, 7 യൂണിയൻ ടെറിട്ടറീസ് ആണെന്ന് തോന്നുന്നു. അത്രയും യൂണിയൻ ടെറിട്ടറീസും സംസ്ഥാനങ്ങളും കൂടിയിട്ടാണ് എന്താ പറയുന്നത് ഇന്ത്യ അല്ലെ. അതാണ് UTS, അതൊരു യൂണിയൻ ടെറിട്ടറീസ് എന്നുള്ളതാണ്. കിട്ടിയോ?
മാഹി പോലെ. ഓക്കെ, അതെ. ഓക്കെ, ഞാൻ ഡിസ്ട്രിക്ട് ലെവല് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് കാണിച്ചിരിക്കുന്നത്. ഡിസ്ട്രിക്ട് ലെവലുണ്ട്, പിന്നെ അതില് റൂറൽ ഏരിയാസ്, അർബൺ ഏരിയാസ്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഹോസ്പിറ്റലിലും ഡിസ്പെൻസറികളൊക്കെയാണ് കൂടുതലുള്ളത്. റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ കാണിച്ചിരിക്കുന്ന സബ് സെന്ററും PHC-യും CHC ഒക്കെ വരുന്നത്. അത് കൂടുതല് നമുക്ക് എന്താ പറയുക, ക്ഷേമം അല്ലെ, നമ്മുടെ കുടുംബാരോഗ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ നമുക്കൊക്കെ നേരിട്ട് എന്താ പറയാ, വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ, സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലും എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കൊന്നും ഈ നഗരപ്രദേശങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്രയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും എവിടെ ഉണ്ടാവില്ല, ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാവില്ല. അവർക്ക് ഏറ്റവും അടുത്തടുത്തുള്ള ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മേഖലകളൊക്കെ കഴിഞ്ഞിട്ട് വേണം വലിയ എന്താ പറയുക, വലിയ ഹോസ്പിറ്റലിലൊക്കെ എത്താനായിട്ട്. അപ്പൊ ഇപ്പൊ പെട്ടെന്നൊരു ഇതൊക്കെ വരുമ്പോൾ, എമർജൻസിക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്കല്ലേ ആദ്യം കൊണ്ടുപോകുള്ളൂ. അതിനുശേഷമാണ് കൂടുതലായിട്ടും പിന്നെ പെട്ടെന്ന് നഗരത്തിലേക്കുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുകയുള്ളൂ. അപ്പോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകള്? ഞങ്ങള് പുതിയൊരു ക്ലാസ് അല്ലെ, പുതിയ ചാപ്റ്ററാണ്. മറ്റേ ചാപ്റ്ററിലൊക്കെ ഭയങ്കര കുറെ നേരം ഇങ്ങനെ പോകേണ്ട ഒരുപാട് പേജസ് ഉണ്ട് അല്ലെ. ഇതിൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇത്രയും കൂടി ഉള്ളൂ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയും കഴിഞ്ഞാൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് മോർ ക്വസ്റ്റ്യൻസും കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ് അവസാനിക്കും. ഇവിടെ തുടങ്ങി നെക്സ്റ്റ് ഇത്രയും കൂടി ഉള്ളൂ. ഇതൊരു ചെറിയ ലെസൺ ആണ്. എനിക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ള ലെസൺസ് കൂടുതലും ബിഗാണ് എന്റെ കയ്യിലുള്ളത്. ഇനി അടുത്തൊരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നണം. 12th ലെസൺ ആയിരിക്കും നെക്സ്റ്റ്. മിക്കവാറും ഒരു 12th ലെസൺ ആയിരിക്കും അടുത്ത ടൈം എടുക്കാം. ഒരു ക്ലാസ്സും കൂടി വേണം. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 12th PDF ആയിരിക്കും. അപ്പോ നോക്കാം, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എങ്ങനെയാ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ചെറിയ രൂപരേഖ നിങ്ങൾക്ക് കിട്ടിയോ? ഇപ്പോഴത്തെ മോഡേൺ അലോപ്പതി ചികിത്സയെ കുറിച്ചിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഇന്ന ചികിത്സാ സമ്പ്രദായത്തിൽ നിന്നാണ് ഈ രീതിയിലേക്ക് എത്തിയത്. ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു യുനാനി മെഡിസിൻ എടുത്ത ഒരു വ്യക്തിയാണ് വന്നിരിക്കുന്നത്. യുനാനി എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലാവാതെ ഇരിക്കരുത്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അവർ ആ ടേം പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ആയുർവേദ ചികിത്സ, യോഗ ചികിത്സ, യുനാനി ചികിത്സ, സിദ്ധ ചികിത്സ, നാട്ടുരോപതി, അങ്ങനെ അത്തരത്തിലുള്ള ചികിത്സാ രീതികളായിരുന്നു ട്രഡീഷണലി നമ്മുടെ ഇന്ത്യക്കാരെ ഫോളോ ചെയ്തത്. ഇപ്പോഴാണ് പുതിയ പുതിയ ചികിത്സാ രീതികൾ അല്ലെ. നമുക്കിപ്പോ എന്താ പറയുക, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വരെയായി. അതിനനുസരിച്ച് സെപ്പറേറ്റ് ഡോക്ടേഴ്സ് ആയി. അവർ കൂടുതൽ അല്ലെ, ശാസ്ത്രം പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ അവർ കൂടുതൽ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളൊക്കെ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഫെസിലിറ്റീസ് എന്താന്ന് ഇപ്പൊ നമ്മൾ തേടി ആ വശത്തേക്കാണ് നമ്മൾ ചികിത്സകളൊക്കെ നടത്തുക. പക്ഷെ ഇതൊന്നും ഒരിക്കലും മോശപ്പെട്ട ചികിത്സാ രീതിയൊന്നും ആയിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും നന്നായിട്ട് വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും തെളിയിച്ചിട്ടുമുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഈ ചികിത്സയോടൊപ്പം കൊണ്ടു നടക്കുന്ന ഒരു ചികിത്സാ രീതിയൊക്കെയാണ് യോഗ. അതായത് നമ്മളുടെ ജീവിതത്തിനെ ഒരു എന്താ പറയുന്ന ഒരു തിക്കും തിരക്കും പിടിച്ച ജീവിതത്തിൽ നിന്ന് കൂടുതൽ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ യോഗ എല്ലാവരും കൈകാര്യം പൊതുവെ ചെടിയിൽ കൊണ്ടാടുന്ന ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയൊക്കെയാണ്. ഓക്കെ, എനിവേ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു മാം തന്നെ പറയുന്നത്. നിങ്ങൾക്ക് സമയം കഴിയാറായോ? എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സും കൂടി വരിക എന്നുള്ള രീതിയിലാണ്. ഒരു ഡൗട്ടും ഇല്ല? ക്ലാസ് അവസാനിപ്പിക്കാറായോ? ഓക്കെയാണോ? ക്ലിയർ ആണോ? എങ്കിൽ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. 2 മിനിറ്റ് കൂടി ഉണ്ട്, 2-3 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അഥവാ വീണ്ടും എന്തെങ്കിലും പോയിന്റ്സ് ഔട്ട് എഴുതി നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പോകണോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒരു ആ ട്രഡീഷണൽ ഇത്തിരി സമയം ഉണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ട്രഡീഷണൽ ആയിട്ടുള്ള
ചികിത്സാ രീതികളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ, മറ്റുള്ളവരും പഠിച്ചോളൂല്ലോ. ഇനി വേണം ഈ 3 പറഞ്ഞോളൂ. ആയുർവേദ, ഓക്കെ, യോഗ, യുനാനി, യുനാനി, സിദ്ധ. സിദ്ധ, ലാസ്റ്റ് വൺ നാച്ചുറോപ്പതി അല്ലെ, പ്രകൃതി ചികിത്സ. ഓക്കെ ഗുഡ്. എനിവേ നിങ്ങൾ അത്രയും പഠിച്ചിരിക്കും. ഓക്കെ അല്ലേ, ഗുഡ്. എനിക്ക് കാണാൻ പറ്റിയില്ല. എനിവേ അടുത്ത ആളും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മുടെ മോഡേൺ അതിലെ എത്ര ഫേസുകളായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത്? എത്ര ഫേസുകൾ തരംതിരിച്ചായിരുന്നു? ഒരു 3 ഫേസുകൾ അല്ലെ, 3 ഫേസുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ദ ഇനീഷ്യൽ ഫേസ് 1947 to 1983. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? 1983 to 2000. തേർഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് 2000 അല്ലെ. ഫേസ് എന്ന് പറയുന്നത് 2000, പോസ്റ്റ് 2000. അപ്പൊ 3 ഫേസുകൾ, 3 തലങ്ങളായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് മോഡേൺ അലോപ്പതി ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസുകൾ കാണിക്കുന്നത്. ക്ലാസ് കഴിയാറായപ്പോഴാണ് പുതിയ ആൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിവേ അടുത്തത് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു. ഇത് പുതിയതായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റൂറൽ ഏരിയയിലെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സബ് സെന്ററുകളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ഉണ്ടെന്നുള്ളത്. 2 ഫുൾ ഫോം നമ്മൾ പഠിച്ചു. PHC എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. CHC എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. ഓക്കെ അല്ലേ? നിർത്താം. ഓക്കെ, അപ്പോ നമുക്ക് നിർത്താം. ബൈ. Okay, bye. Thank you. Okay, ma'am. Thank you. So